ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീനെ ഉപയോഗിക്കുന്നില്ല, കോവയ്ക്ക മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് മീൻ കറിയുടെ ടേസ്റ്റുള്ള ഒരു കറി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മീനിനൊക്കെ ഭയങ്കര വിലയുള്ള ഒരു സമയമാണ്. ആ സമയത്തൊക്കെ നമുക്ക് മീൻ കറി കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കറികളൊക്കെ വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം കോവയ്ക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ 4 പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് ആ ഒരു സ്റ്റോണ് മൂത്രത്തിലൂടെ തന്നെ അലിഞ്ഞില്ലാതാവുന്നതിന് കോവയ്ക്ക വളരെ നല്ലതാണ്. അതുപോലെ അലർജി അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോവയ്ക്കയിലേക്ക് അരമുറി ഒരു വലിയ സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ കൊടംപുളി, ഒരു ചെറിയൊരു പീസ് കൊടംപുളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഉള്ളി, ആ സവോള അതുകൂടി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് കൂടി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കോവയ്ക്കയിൽ ഒരുപാട് ഊർജം, ജലം, അന്നജം, മാംസ്യം, കൊഴുപ്പ്, ലവണങ്ങൾ, നാരുകൾ അങ്ങനെ പോഷക മൂല്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു കോവയ്ക്ക കഴിക്കുന്ന സമയത്ത് എണ്ണ, അതുപോലെ കളറ്, ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അതിൽ ചേർക്കാതെ നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ടും ആരോഗ്യം തരുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ഭക്ഷണങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. ദിവസം ഒരു നേരമെങ്കിലും ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുടംപുളി കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വേപ്പിലയും അതുപോലെ ആ ഒരു ഇഞ്ചി കഷ്ണം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് എടുക്കാം കേട്ടോ, ഒന്ന് ചതച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, അധികം അങ്ങോട്ട് അരഞ്ഞു പോവേണ്ട. ഏകദേശം ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതുകൂടി റെഡിയാക്കി എടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ടുള്ള ആ ഒരു കോവയ്ക്ക ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്, ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ആ ഒരു കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട പച്ചമുളക് കൂടി കീറി മുറിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം. കോവയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി അതിലേക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പെരും ജീരകവും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക ആവശ്യത്തിനുള്ള വേവെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ തേങ്ങാക്കൂട്ട് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോകരുത് കേട്ടോ. ചെറിയൊരു തിള വരുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള വേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിനെ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കതിനെ വാങ്ങി വയ്ക്കാം.
ഇനി ഇതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഉലുവ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. അതിലേക്കിട്ട് നല്ലതുപോലെ വറുത്ത് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതുകൂടി കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് പൊട്ടിയതിന് ശേഷം ആ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി മീൻകറി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കോവയ്ക്ക കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. കോവയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം കോവയ്ക്ക മീൻകറിയും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.